വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. ഇന്ന് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് ബുക്ക് കവറിങ് ആണ് കേട്ടോ. മെയിനായിട്ട് നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്യുന്നത് അല്ലേ. അപ്പം അത് തന്നെ നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് അഡസീവ് ടൈപ്പൊക്കെ ഇപ്പം ഒത്തിരി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം നോർമൽ അല്ലാത്ത ബുക്ക് കവറിനെക്കാട്ടിലും ഇത് കുറച്ചും കൂടെ ഒരു അടിപൊളി ആയിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് നല്ല നീറ്റായിട്ട് അഡസീവ് ടൈപ്പ് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് നമ്മൾ വെച്ച് ബുക്ക് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ കാണിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കോർണേഴ്സൊക്കെ കട്ട് ചെയ്ത് വരുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ടൈപ്പും ഉണ്ട്, അല്ലാതെ ഇതുപോലെ റോളായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഈ റോള് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഇതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ കവർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് ഫുള്ളി നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഉണ്ടാവുക, ഒന്ന് ബൈൻഡ് ചെയ്ത പോലെയൊക്കെ ആണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നോർമൽ ഒരു ബുക്ക് കവറിങ് ചെയ്യാന്ന് പറയുന്നത് തന്നെ കുറച്ച് ടാസ്ക്കാണ്. അപ്പം അതും ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റാന്നുള്ളതാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിതുപോലെ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. പിന്നെ സ്റ്റിക്ക് ചെയ്യുന്നത് തന്നെ നമ്മൾ വാൾ സ്റ്റിക്കർ അല്ലെങ്കിൽ വാൾ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് കുറച്ചാക്കിയിട്ട് എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വരാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ബബിള് വന്ന് നല്ല വൃത്തിയേടാവുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല വൃത്തിയിലൊന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഒരു 2-3 ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ട്രാക്കിലേക്ക് വരും. അങ്ങനെ ഒരു സൈഡ് ഞാൻ ഫുൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അതിൻ്റെ കോർണേഴ്സ് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ ഈ ഒരു രീതിയിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, നോർമൽ നമ്മൾ ബുക്ക് കവർ ചെയ്യുന്ന പോലെ തന്നെ. അതിന് ശേഷം നമുക്ക് അത് മെല്ലെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് കുറച്ചായിട്ട് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ടേ നമ്മൾ ഫുള്ള് അത് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് മൊത്തമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ നമ്മളിതാ കണ്ടോ അങ്ങനെ അതിൽ ഇങ്ങനെ ചുരുണ്ട പോലൊക്കെ ഇങ്ങനെ ആയിപ്പോട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് അതിങ്ങനെ മെല്ലെ കുറച്ചായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റും. എനിക്ക് നോർമൽ ഇപ്പം കുറേ കഴിയുമ്പോൾ നമ്മൾ നോർമൽ ബുക്ക് കവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കഴിയുമ്പം അത് എന്താ പറയുക ചിലപ്പോൾ ഇങ്ങനെ കേട് വരാനൊക്കെ ചാൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതുപോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ച് ചെയ്യുമ്പം നല്ല രീതിയിൽ നമുക്ക് ആ 1 ഇയർ എന്നില്ല, കുറേ കാലത്തേക്ക് തന്നെ നമുക്ക് ആ ബുക്ക് നല്ല നീറ്റായിട്ട് വെക്കാനും വരും. പിന്നെ അത് ഒരു ലാമിനേഷനൊക്കെ ചെയ്ത പോലെ ഒരു ഫീലും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഫസ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് കിട്ടണം എന്നില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ആ ഒരു ചെയ്ത് വരുമ്പം ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഞാനിത് ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ടാണ് നമ്മളതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നാലേ നമുക്ക് കറക്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യാനൊക്കെ പ്രോപ്പറായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാനിതിൽ കാണിച്ച പോലെ കുറച്ച് എടുത്തിട്ട് വേണം നമ്മൾ അടിയിൽ ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷീറ്റ് ആ ഒരു ബുക്കിന് വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ട് കോർണേഴ്സ് നിങ്ങൾക്ക് ആദ്യമേ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ചും കൂടെ മീൻസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവോ എന്നുള്ളൊരു ഇതിൽ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ലാസ്റ്റ് നമ്മുടെ കോർണേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്, അതായത് സൈഡ് കേട്ടോ. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ ഒരു ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മുടെ ടേബിൾ മേലൊക്കെ ഇത് ഇങ്ങനെ സ്റ്റിക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് നമ്മളിങ്ങനെ ഇടയ്ക്കിങ്ങനെ പൊളിച്ചെടുത്ത് ഞാനാണ് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ തിരക്കിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല, നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ നമ്മുടെ ബുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബുക്ക് കവറിങ് അല്ലാതെ നോർമൽ ബുക്ക് കവറിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഇങ്ങനെ കമൻസ് വരാറുണ്ട് കേട്ടോ, നീറ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഒന്ന് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഷീറ്റ് ഞാൻ പറഞ്ഞു റെഡിമെയ്ഡ് ആയിട്ട് കട്ട് ചെയ്ത് വരുന്നൊക്കെ ടൈപ്പ് ഉണ്ട്. അത് ചിലതൊക്കെ ഇങ്ങനെ കുറച്ച് ടെക്സ്ചർ പോലെ ഉള്ള ഷീറ്റാണ് കേട്ടോ, ട്രാൻസ്പാരൻറ്റ്. പക്ഷേ ഇത്
പ്ലെയിൻ ആയിട്ടുള്ളൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഫുള്ള് കവർ ചെയ്ത് കഴിയുമ്പം ശരിക്കും ലാമിനേഷനൊക്കെ ചെയ്ത രീതിയിലുണ്ടാവും. പക്ഷേ ലാമിനേഷൻ ചെയ്യുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ല ഉണ്ടാവുക. പക്ഷേ നല്ല ഭയങ്കര നീറ്റായിട്ട് ഇങ്ങനെ ലാമിനേഷൻ ആ ഒരു തിളക്കമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെയാണ് നമ്മുടെ ബുക്കിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബുക്ക് കവർ ചെയ്യുന്നതിൻ്റെയും പിന്നെ മറ്റേതിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ താഴെ അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടവർ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫുൾ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയി കട്ട് ചെയ്ത ടൈപ്പ് വരുന്നതിൻ്റെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി നമ്മുടെ ബുക്ക് ഇത് അതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക. ഇത് ഒക്കെ നോർമലി ഞാൻ അല്ലാത്ത ബുക്ക് കവറിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ മടക്കി വെക്കാറൊക്കെ ആണ് കേട്ടോ ഉള്ളത്. ഇത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അത് സ്റ്റിക്കായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും നല്ല രീതിയിൽ തന്നെ അവിടെ ഫിക്സ് ആയിട്ട് കിടന്നോളും. നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയിം സ്ലിപ്പും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നെയിം സ്ലിപ്പാണ്. അപ്പം ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡിസൈന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് UAE എല്ലാ നെയിം സ്ലിപ്പും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ക്യൂട്ടായിട്ടുള്ള ടൈപ്പ് വാട്ടർ പ്രൂഫ് നെയിം സ്ലിപ്പ് ഇന്ത്യയിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ടൈപ്പ് നെയിം സ്ലിപ്പ് വേണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്താലും മതി കേട്ടോ. നല്ല അടിപൊളി ക്യൂട്ട് ഡിസൈനിൽ ഒരു സെറ്റിൽ 32 പീസാണ് വരിക. അതായത് 16 ഡിസൈൻ ഉണ്ടാവും, അത് ഒരു ഡിസൈന് 2 എണ്ണം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആരും ഈ ഒരു കാണുന്ന നമ്പറിൽ കോൾ ചെയ്യരുത് കേട്ടോ, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം കോൾ ചെയ്യാൻ പാടില്ല, കാരണം ഇതെൻ്റെ കയ്യിലല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മാത്രം ചെയ്യുക, അല്ലാതെ എന്നെ കിട്ടില്ല കേട്ടോ. പിന്നെ ഈ റെഡിമെയ്ഡ് ടൈപ്പ് അല്ലാതെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഫോട്ടോ അല്ലെങ്കിൽ നെയിം വെച്ചിട്ട് ചെയ്യുന്ന നെയിം സ്ലിപ്പാണിത്. അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈസിന് വേണ്ട കസ്റ്റം സ്റ്റിക്കേഴ്സും ആണ് കേട്ടോ ഇത്. അപ്പം ഇത് എല്ലാം നമ്മൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓരോ സെറ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. പിന്നെ ഇത് നമ്മുടെ 58 പീസ് വരുന്ന ഒരു ഫുൾ സെറ്റാണ്, ഒരു കംപ്ലീറ്റ് സെറ്റാണ്. നമ്മുടെ പെൻസിൽസും അതുപോലെ ഓൾ സപ്ലൈസും പിന്നെ നമ്മുടെ ബുക്സിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് വേണേൽ ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമ്മൾ ഈ ഒരു വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സെറ്റാണ് കേട്ടോ ഇത് രണ്ടും. അപ്പം വേണ്ടവരെന്തായാലും ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ കസ്റ്റം നെയിമിൽ വരുന്ന ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. നമ്മൾ ഡെയിലി വാഷ് ചെയ്താലൊന്നും പ്രശ്നമല്ല. പിന്നെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യരുത്. അപ്പം ഇതിൻ്റെ 2 സൈഡിൽ ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സെറ്റിൻ്റെ കൂടെ ഫോട്ടോ വരുന്ന ടൈപ്പും ഒരു നെയിം സ്ലിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലഞ്ച് ബോക്സിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സ്റ്റിക്കേഴ്സാണ് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ കേട്ടോ. അപ്പം ഡെയിലി ഓരോന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം സ്കൂളിലേക്ക് പെൻസിൽ വേണ്ടി വരിക കേട്ടോ. അപ്പോൾ അത് പെൻസിലിൻ്റെ മുകളിലേക്കുള്ളത് നമ്മൾ ആ ഒരു സൈസിൽ കസ്റ്റമൈസ് ചെയ്താണ്. അപ്പോൾ പല സൈസിലാണ് നമ്മൾ ഓരോ സെറ്റിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റിക്കർ സ്കെയിലിൻ്റെ മുകളിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള സ്റ്റിക്കർ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ പിന്നെ ഒരു സ്റ്റിക്കറും കൂടെ സ്റ്റിക്ക് ചെയ്തു, കാരണം സ്കെയിൽ വാങ്ങിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഇതുപോലെ ബാഗിൻ്റെ, ലഞ്ച് ബോക്സിൻ്റെ ബാഗിൻ്റെ ഒക്കെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊളിച്ചാൽ കിട്ടും കേട്ടോ, കാരണം ഇതൊരു ഫാബ്രിക് ടൈപ്പ് മെറ്റീരിയൽ ആണല്ലോ വരുന്നത്. പിന്നെ
ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന ടൈപ്പ് ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കേട്ടോ. അത് ഓരോന്നും കസ്റ്റമൈസ് ചെയ്ത് ഓരോ പീസായിട്ടാണ് വരുന്നത്, റോളായിട്ടല്ല. ഇതുപോലെ കട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ നമുക്കിതുപോലെ പീൽ ചെയ്തെടുത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര യൂസാണ്. പക്ഷേ നമ്മൾ ആ റോളിൽ അങ്ങനെ വരുന്നില്ല. അത് നമ്മളിപ്പോൾ ഒരു വാൾപേപ്പർ അല്ലെ വാൾ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിതിനനുസരിച്ച് ഇപ്പോൾ 2 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് കോർണേഴ്സൊക്കെ അതുപോലെ കട്ട് ചെയ്ത് വരുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്യാത്തതിനാണെങ്കിൽ കൂടി സെൻറ്റർ കൂടെ അങ്ങനെ പീൽ ചെയ്ത് മാറ്റുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്പാരൻറ്റ് ബുക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞ ഒരു ടെക്സ്ചർ ടൈപ്പിലാണ് വരുന്നത്. ക്ലിയർ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് അല്ല. മറ്റേത് പക്ഷേ ക്ലിയർ പ്ലെയിൻ ആയിട്ട് വരുന്നൊരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്